പൂനെ പോർഷെ കാർ അപകടത്തിൽ 2 പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ 2 മുതിർന്ന ഡോക്ടർമാർ അറസ്റ്റിൽ. രക്തസാമ്പിളുകളിൽ കൃത്രിമം കാണിച്ചതിനും തെളിവ് നശിപ്പിച്ചതിനുമാണ് ആശുപത്രിയിലെ ഫോറൻസിക് വിഭാഗം മേധാവി അടക്കം 2 ഡോക്ടർമാർ അറസ്റ്റിലായത്. പൂനെയിലെ ആഡംബര കാർ അപകടവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനൊടുവിലാണ് 2 ഡോക്ടർമാർ കൂടി അറസ്റ്റിലായിരിക്കുന്നത്. സംഭവത്തിന് ശേഷമുണ്ടായ വലിയ ജനരോഷവും പ്രതിഷേധത്തിനുമൊടുവിലാണ് നടപടികൾ. മെയ് 19-ന് മദ്യപിച്ച് കാർ ഓടിക്കുന്നതിനിടെ 2 യുവ എഞ്ചിനീയർമാരെ ഇടിച്ചു വീഴ്ത്തി കൊലപ്പെടുത്തിയ പ്രതിയായ കൗമാരക്കാരനെ പണവും സ്വാധീനവും ഉപയോഗിച്ച് രക്ഷിക്കാനുള്ള ഗൂഢശ്രമങ്ങളാണ് ഇതോടെ മറനീക്കി പുറത്തുവരുന്നത്. പ്രതിയുടെ രക്തസാമ്പിൾ മാറ്റിയതിനാണ് സർക്കാർ ജനറൽ ആശുപത്രിയിലെ 2 മുതിർന്ന ഡോക്ടർമാരെ പൂനെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിലായവരിൽ ആശുപത്രിയിലെ ഫോറൻസിക് വിഭാഗം മേധാവിയും ഉൾപ്പെടുന്നു. ഡോക്ടർ അജയ് തവാരെ, ഡോക്ടർ ശ്രീഹരി ഹൽനോർ എന്നിവരാണ് അറസ്റ്റിലായത്. രക്തസാമ്പിളുകൾ ശേഖരിക്കുന്നതിൽ വീഴ്ചയുണ്ടായെന്ന വസ്തുത പൂനെ പോലീസ് कमिशनर अमितेश कुमार सമ്മതിച്ചു. आणि काल जे आम्हाला फॉरेन्सिक रिपोर्ट प्राप्त झाले त्यामध्ये ऑन्धचे सॅम्पल हे जुवेनाइल एक्युज्डचे आहे आणि त्यांचे वडिलांचे पण सॅम्पल आम्ही घेतली होती. പ്രായപൂർത്തിയാകാത്ത പ്രതിയുടെ രക്തത്തിലെ ആൽക്കഹോൾ അളവ് അളക്കാൻ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചപ്പോൾ സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർമാർ രക്തസാമ്പിൾ മാറ്റിയെന്നാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. സംഭവത്തിൽ രക്തസാമ്പിളുകളിൽ കൃത്രിമം കാട്ടുകയും തെളിവ് നശിപ്പിച്ചതിനുമാണ് 2 ഡോക്ടർമാരെ ക്രൈംബ്രാഞ്ച് ഇന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപകടവുമായി ബന്ധപ്പെട്ട് കൗമാരക്കാരന്റെ കെട്ടിട നിർമ്മാതാവായ പിതാവിനെയും മുത്തച്ഛനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. യഥാർത്ഥ പ്രതിയായ കൗമാരക്കാരൻ ഇപ്പോഴും വീട്ടുതടവിലാണ്. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.